ഒരാഴ്ച മുന്നേ ഞാനിങ്ങനെ റീൽസ് വെറുതെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ അഹാന കൃഷ്ണയുടെ പേജിൽ ഫ്രൂട്ട് ബേയിൽ കുറേ ഐറ്റംസ് ലോഞ്ച് ചെയ്തതായിട്ട് ഞാൻ കണ്ടത്. അന്ന് മുതൽ എനിക്ക് തുടങ്ങിയതാണ് ഭയങ്കരമായിട്ടുള്ള ഷുഗർ ക്രേവിങ്സ്. അങ്ങനത്തത് തന്നെ എനിക്ക് കഴിക്കണമെന്നായിരുന്നു വാശി. പക്ഷേ നമ്മളിവിടെ കോതമംഗലത്ത് ഫ്രൂട്ട് ബേ എന്ന് പറയുന്ന സംഭവമില്ല. പിന്നെ ഉള്ളതങ്ങ് പെരുമ്പാവൂരാണ്. അത്രയും ദൂരം നമുക്ക് എന്തായാലും ഈ ഒരു ചൂടത്ത് പകൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകുന്നത് ഭയങ്കര ഇമ്പോസിബിളാണ്. അതുപോലെ ചൂടാണ് എറണാകുളത്ത്. നിങ്ങളുടെ അവിടെയൊക്കെ ചൂട് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഫ്രൂട്ട് ബേയിൽ എന്തായാലും പോകാൻ പറ്റിയില്ല. അപ്പം ഈ കോതമംഗലം ലൊക്കാലിറ്റിയിൽ എവിടെയാണ് ഇങ്ങനെ നമുക്ക് സ്വീറ്റ് കഴിക്കാൻ പറ്റുന്നത് എന്നിങ്ങനെ ഞാൻ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഫർസി 11 കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയി. അവിടെ പോയി അവിടുത്തെ അവരുടെ ലിസ്റ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കെല്ലാം വാങ്ങി കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ രണ്ടുപേരും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും മത്തായി പോകും. അതുകൊണ്ട് ഞങ്ങൾ ആകെ ചീസ് ബോംബ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബൈറ്റ് തന്നെ ഏട്ടനാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറേ എക്സ്പ്ലനേഷനൊക്കെ ആ പുള്ളി തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ബേസും കാര്യങ്ങളെന്നൊക്കെ. ഇത് ആക്ച്വലി റീൽസിലൊക്കെ എനിക്ക് തോന്നുന്നു മുന്നേ ഭയങ്കര ട്രെൻഡിങ് ആയി നിന്ന ടൈമാണ്. പക്ഷെ അന്നൊന്നും എനിക്കിതിൻ്റെ ക്രേവിങ്സ് അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ പൊന്നേ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3-4 പേര്, 3-4 നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊരു 8-10 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയിട്ട് ഇവിടെ പോയി എക്സ്പ്ലോർ ചെയ്ത് വരാം. അതുമാതിരി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഈ സാധനം ഒന്ന് കഴിച്ച് തീർക്കാൻ പെട്ട പാട്. കാരണം മധുരം നമുക്ക് ഓവർ ആകുമ്പോഴത്തേക്കും ഒരു മട്ടിപ്പും ഒരു മന്ദതയൊക്കെ വരത്തില്ലേ, അതുപോലെയായിരുന്നു ഈ സാധനം കഴിച്ചിട്ട്. ഭയങ്കരമായിട്ട് ഞങ്ങൾ മത്ത് പിടിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് വെള്ളമൊക്കെ അവിടെ നിന്ന് ചോദിച്ച് വാങ്ങി കുടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ മട്ടിപ്പ് മാറാൻ വേണ്ടി നേരെ നമ്മൾ ചിക്കീസിലോട്ടാണ് വിട്ടത്. അവിടെ പോയിട്ട് ഫ്രൈസും മോമോസും പിന്നെ വിങ്സും 2 മൊജിറ്റോ ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇത് കഴിച്ചിട്ട് വേണം അതിൻ്റെ ആ ഒരു മട്ടിപ്പൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ചിക്കീസിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പറയാതിരിക്കാൻ വയ്യ. ഇവിടത്തെയും ഐറ്റംസ് എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ മോമോസ് നമ്മൾ ഷെഷ്വാനാണ് പറഞ്ഞത്, അധികം അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഒരു ഓക്കെ ഒരു ആവറേജ് ആയിരുന്നു മോമോസൊക്കെ. പക്ഷേ ഫ്രൈസും പിന്നെ അതുപോലെ തന്നെ വിങ്സും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം വീണ്ടും ഞങ്ങൾ എന്തായാലും ഇവിടെ ഈ ബ്രോസ്റ്റഡും അതുപോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് എന്തായാലും വരും. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഇനിയും ഇതേപോലെ ചീസ് ബോംബും അതുപോലെ തന്നെ ഈ കോതമംഗലം ലൊക്കാലിറ്റിയിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഫർസി 11 മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. അവരുടെ ഇഷ്ടം പോലെ സാധനങ്ങൾ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.